ഈ വർഷം ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു ഡ്രാമ മൂവിയാണ് ദി മെഹ്ത ബോയ്സ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് അമ്മയുടെ മരണശേഷം അച്ഛനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രണ്ട് മക്കളുടെ കഥയാണ് പറയുന്നത്. ഒരു ആണും ഒരു പെണ്ണുമാണ്. ഈ പെണ്ണാണ് അമേരിക്കയിൽ താമസിക്കുന്നത്. അമ്മയെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവൾ അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ രണ്ടുപേരും കൂടി നിർബന്ധിക്കുന്നു. പക്ഷേ ഇയാൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇയാൾ ജനിച്ചു വളർന്ന വീട് ഇതാണ്, ഇയാൾ ഇവിടെ നിൽക്കുള്ളൂ എന്നുള്ള ദുഷ്ടാട്ടിക്കാരനായിട്ട് ഇയാൾ നിൽക്കുന്നു. ഇയാളെ അങ്ങനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് പ്ലെയിൻ മിസ്സാകുന്നു. അതിനുശേഷം ഈ മകനുമായിട്ട് ഇയാൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടി വരുന്നു. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ഡ്രാമ മൂവിയാണ്. ഈ മകനും അച്ഛനുമായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്. ഇവരുടെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള ആക്ച്വൽ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. നല്ലൊരു പ്ലോട്ടായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രാമ മൂവിയായിരുന്നു. വളരെ ഡ്രൈ ആയിട്ട് തോന്നി. കുറച്ചുകൂടെ ഹ്യൂമറൊക്കെ ആഡ് ചെയ്ത് രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. ഇതുപോലത്തുള്ള ക്യാരക്ടേഴ്സിന്റെ സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് ഓവർ ഡ്രാമയായി പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.